അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എല്ലാ പേരൻസും എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ കള്ളം പറയുന്നത് മനസ്സിലാകുമ്പോൾ രക്ഷിതാക്കൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. പലയിടത്തും പല രക്ഷിതാക്കളും എന്ത് ചെയ്യും, കുട്ടികൾ കള്ളം പറയുന്നതായിട്ട് അറിയുമ്പോൾ അവരെ ഉപദേശിക്കൽ നല്ല ഗൗരവമായിട്ടായിരിക്കും. അവരോട് ഉച്ചത്തിൽ സംസാരിച്ച് അവരെ നെട്ടിച്ച് പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും രക്ഷിതാക്കൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആദ്യം നുണക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. കുട്ടി കളവ് പറയുമ്പോൾ അതിന് പിന്നിലെ കാരണം എന്താണ്? അതായത് കുട്ടി കള്ളം പറയുന്നത് അറ്റൻഷൻ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എന്നിങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. നിനക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ റിയാക്ട് ചെയ്യരുത്. രക്ഷിതാക്കളിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഓവർ റിയാക്ട് ചെയ്യരുത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ കുട്ടി കള്ളം പറയുന്നത് കാണുമ്പോൾ ശാന്തത പാലിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഹാർഷായിട്ട് പ്രതികരിക്കുന്നത് ഒഴിവാക്കുക. കാമായി പ്രതികരിക്കുക. നല്ല സൗമ്യമായിട്ട് പ്രതികരിക്കാൻ ശ്രദ്ധിക്കുക. സാഹചര്യം നന്നായി കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടി കളവ് പറയുന്നത് മനസ്സിലാക്കുമ്പോൾ, കുട്ടിയോട് ഹാർഡായിട്ട് സംസാരിക്കുമ്പോൾ എന്തുണ്ട്, പിന്നെ കുട്ടി നിങ്ങളോട് കള്ളം പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലൊക്കെ കള്ളം പറയാൻ ശ്രമിക്കും. അപ്പോൾ കുട്ടിയോട് നല്ല കാമായിട്ട് സംസാരിക്കുക, നല്ല കൂളായിട്ട് കുട്ടിയോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കുട്ടി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് പോസിറ്റീവ് എൻവിറോൺമെന്റ് ഉണ്ടാക്കാൻ നോക്കുക. അതായത് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. കുട്ടി തുറന്ന കാര്യം പറയുമ്പോൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുമായി കാര്യങ്ങൾ പങ്കിടാൻ സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോട് എന്തും തുറന്ന് പറയാം. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പേരൻസിനോട് കുട്ടികൾക്ക് അവരുടെ പേരൻസിനോട് എന്തും തുറന്ന് പറയാം എന്നുള്ള ഒരു ഫ്രീഡം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നുണ പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ് വിശദീകരിക്കുക. അതായത് കുട്ടിയെ നുണ പറയുന്നത് കണ്ട ഉടൻ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് വിശദീകരിക്കരുത്. കാരണം അത്തരം സമയങ്ങളിൽ അവർ പ്രതിരോധത്തിലാവുകയും തുറന്ന് സംസാരിക്കാനുള്ള മനോഭാവം നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ കാമായ ഒരു സ്യൂട്ടബിൾ സമയത്ത് സ്നേഹത്തോടെ കള്ളം പറയുന്നത് എങ്ങനെ നമ്മുടെ ട്രസ്റ്റ് നശിപ്പിക്കും എന്നതിനെക്കുറിച്ച്, റിലേഷൻഷിപ്പ് കുറക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുക. സിമ്പിളായ റിലേറ്റബിൾ എക്സാമ്പിൾ ഉപയോഗിക്കുമ്പോൾ കുട്ടിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ രീതിയിൽ ഹോണസ്റ്റിനെ കുറിച്ച് ശരിയായ അണ്ടർസ്റ്റാൻഡിങ് അവരിൽ വളർത്താൻ കഴിയും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർ നല്ല കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല ശാന്തതയോട് കൂടി കുട്ടികളെ ഈ നുണ പറയുന്നതിൻ്റെ ഒരു ദോഷം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് റോൾ മോഡൽ ആയിരിക്കുക. കുട്ടികളുടെ ഫസ്റ്റ് റോൾ മോഡൽ അവരുടെ പേരൻസ് തന്നെയാകണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഫസ്റ്റ് റോൾ മോഡൽ അവരുടെ പേരൻസ് തന്നെയാകണം. ഹോണസ്റ്റി പ്രാക്ടീസ് ചെയ്യുകയും അവർ അത് ഒബ്സർവ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ റോൾ മോഡൽ അവരുടെ പേരൻസ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് അനാവശ്യമായി പേടിപ്പിക്കാതിരിക്കുക. പണിഷ്മെന്റ് ഫിയർ കൊണ്ട് പലപ്പോഴും കുട്ടികൾ കൂടുതൽ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് അവരെ ഒരിക്കലും പേടിപ്പിക്കരുത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ കള്ളങ്ങൾ ഇഗ്നോർ ചെയ്യാൻ ചെറിയ കള്ളങ്ങൾ, അതായത് ചെറിയ കുട്ടികൾ ചിലപ്പോൾ തമാശ രൂപത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ കള്ളങ്ങൾ പറയും. അപ്പോൾ അതിനും കുട്ടികളെ കൂടുതൽ ശാസിക്കാതെ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഇഗ്നോർ ചെയ്ത് അതിനനുസരിച്ച് അവരോട് പ്രതികരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, കുട്ടികളെ ആവശ്യമില്ലാത്ത രീതിയിൽ വിളിക്കുക. അതായത് അനാവശ്യ പേരുകൾ, എന്തെങ്കിലും മൃഗത്തിൻ്റെ പേരോ ഇങ്ങനെയൊക്കെ വിളിക്കല്ലോ ചില പേര് രക്ഷിതാക്കൾ ദേഷ്യം വരുമ്പോൾ. അങ്ങനെ ഒരിക്കലും നമ്മുടെ കുട്ടികളെ അങ്ങനെ മറ്റുള്ള വസ്തുക്കളുടെ പേരെടുത്ത് കുട്ടികളെ അനാവശ്യമായ രീതിയിൽ ഒരിക്കലും വിളിക്കരുത് എന്ന് കൂടി അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ നല്ല വളർച്ചയ്ക്ക്, കുട്ടികൾ നല്ല രീതിയിൽ വളരാൻ, കളവ് പറയാതെ പേരൻസിൻ്റെ ഇടയിൽ നല്ല ഫ്രീഡത്തോടു കൂടി എല്ലാം തുറന്നു പറയാനൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇതിലേക്ക് ആഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.